മലയാള സിനിമയിൽ വന്നിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ നല്ല മലയാളം സംസാരിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ആദ്യ ഗുരു ശ്രീ MT വാസുദേവൻ നായരാണ്. എൻ്റെ ഗുരുസ്ഥാനം എന്ന് പറയുന്നത് അത്രയും മഹത്തരമായതുകൊണ്ട് എനിക്ക് മലയാളം എന്ന് പറയുന്നത് ഒരുപക്ഷെ നന്നായി സംസാരിക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വലിയൊരു അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ കരുതുന്നത്. എങ്കിലും ഒരു ധൈര്യക്കുറവുള്ളതിന്റെ പേരിലാണ് ഒരു 5 പേജ് സ്പീച്ച് ഞാൻ പ്രിന്റ് ചെയ്ത് തന്നെ കൊണ്ടുവന്നത്. ഇത് നോക്കി വായിക്കുന്നതാണ് സേഫ് എന്ന് തോന്നുന്നു. കാരണം ഇതൊരു സാഹിത്യ രചനയും അതിന്റെ വിളംബരവുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഫെയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധം. പക്ഷെ എങ്കിലും ശ്രീകുമാരി അമ്മ വളരെ ലളിതമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ലൈസൻസായി അതിലും ലളിതമായി സംസാരിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഞാനിത് പാടെ ഒഴിവാക്കുകയാണ്. ദി ഫോറെവർ ഗ്രീൻ ലോർ ആൻഡ് ലെജൻഡ്സ് ഓഫ് കേരള. ഈ പുസ്തകം ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ അഗാധമായി ചിന്തിക്കുകയാണെങ്കിൽ വൈ ഇൻ ഇംഗ്ലീഷ്, എന്തിന് ഈ രചന ഇംഗ്ലീഷിൽ സംഭവിക്കണം എന്ന് വൈരുദ്ധ്യമാണ് ഞാൻ പിന്നെയും പറയുന്നത്. ഇത് കാണുകയും വായിക്കാൻ തയ്യാറെടുക്കുന്ന ഒരാളും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉള്ള വായനക്കാരും ശക്തമായി ശബ്ദമുയർത്തി ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എഴുത്തുകാരി തന്നെ ആദ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ എഴുത്തിലെ വൈരുദ്ധ്യം.